ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് വലിച്ചു താഴെയിട്ട മനുഷ്യൻ. ഇന്ത്യയിൽ കോൺഗ്രസിനെതിരെ ശബ്ദിക്കാൻ ഒരു ശക്തമായ പ്രതിപക്ഷമില്ലാതിരുന്ന കാലത്ത് പ്രതിപക്ഷത്തിന്റെ സ്വരമായി മാറിയ നേതാവ്. ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാരിനെ സൃഷ്ടിച്ച് കാലയവനികയിലേക്ക് നീങ്ങിയ സമ്പൂർണ്ണ വിപ്ലവകാരി, ഗാന്ധിയെ പിന്തുടർന്ന മാർക്സിസ്റ്റുകാരൻ. പറഞ്ഞു വരുന്നത് ജനാധിപത്യ ഇന്ത്യ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ്. ഇന്ദിരാഗാന്ധിയെ വിറപ്പിച്ച അദ്ദേഹത്തിന്റെ പേര് ജയപ്രകാശ് നാരായണൻ എന്നാണ്. ഇന്ന് പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ചാണ്. ബഹുമുഖമായ വ്യക്തിത്വമുള്ള ബഹുജന നേതാവായിരുന്നു JP അല്ലെങ്കിൽ ജയപ്രകാശ് നാരായണൻ. സ്വാതന്ത്ര്യ സമര സേനാനി, സോഷ്യലിസ്റ്റ് വിപ്ലവകാരി, ട്രേഡ് യൂണിയൻ നേതാവ്, ദാർശനികൻ, എഴുത്തുകാരൻ തുടങ്ങി എല്ലാ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യൻ. ഈ കൂട്ടത്തിൽ എന്തായിരുന്നു അദ്ദേഹമെന്ന് ഒറ്റവാക്കിൽ പറയാൻ ആർക്കും തന്നെ സാധ്യമല്ല. കാരണം എല്ലാമായിരുന്നു അദ്ദേഹമെന്നായിരിക്കും അതിൻ്റെ ഉത്തരം വരിക. 2 നൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ പൊറുതിമുട്ടിയ ഇന്ത്യയെ വിമോചിപ്പിക്കുകയെന്നതായിരുന്നു JPയെ സംബന്ധിച്ച് ആദ്യത്തെ രാഷ്ട്രീയ സമരം. പിന്നീട് ജനാധിപത്യ ഇന്ത്യയിൽ സ്വേച്ഛാധിപതികൾ ജനങ്ങളുടെ ശബ്ദം മൂടിക്കെട്ടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിലെ വിപ്ലവകാരി ഉണർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയ്ക്കാണ് അന്നത്തെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. സമ്പൂർണ്ണ വിപ്ലവം എന്ന മുദ്രാവാക്യമുയർത്തി ജനങ്ങളെ ആവേശഭരിതനാക്കി തെരുവിലിറക്കി പോരാടിയ JP ലോക് നായകനാകുന്നത് അങ്ങനെയാണ്. അധികാര സ്ഥാനങ്ങളിലേക്കൊന്നും കയറിപ്പറ്റാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, ഇന്ത്യൻ പൗരനായി ജീവിച്ച് മരിച്ച മനുഷ്യനാണ് അദ്ദേഹം. സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ പൗരബോധമുള്ള ഒരു ഇന്ത്യക്കാരൻ. ആരായിരുന്നു ആ വിപ്ലവകാരി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും സോഷ്യലിസ്റ്റ് നേതാവും സർവോദയ നേതാവുമായിരുന്നു ലോക് നായക ജയപ്രകാശ് നാരായണൻ. 1902 ഒക്ടോബർ 11 ബീഹാറിൽ സിതബ്ദിയ ഗ്രാമത്തിൽ ഫർസുദ് ലാൽ ഫുൾറാണി ദമ്പതികളുടെ മകനായിട്ടാണ് ജനങ്ങൾ JP എന്ന് അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം ജനിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് കോളേജ് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സമരരംഗത്തിറങ്ങിയ വ്യക്തി. പിന്നീട് ജീവിതകാലം മുഴുവൻ സമരം ചെയ്യുകയായിരുന്നു. 1919 അദ്ദേഹം പ്രഭാവതി ദേവിയെ തൻ്റെ സഹധർമ്മിണിയാക്കി. ഗാന്ധിജിയുടെ ആശയങ്ങളെ നെഞ്ചിലേറ്റിയ ഒരു പാവം സ്ത്രീ. എന്നാൽ അധികനാൾ ആ ദാമ്പത്യം മുന്നോട്ട് പോയില്ല. പഠനത്തിൽ മിടുക്കനായ അദ്ദേഹം 1922 ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് തിരിച്ചു. അപ്പോൾ പ്രഭാവതി ഗാന്ധിജിയുടെ ആശ്രമത്തിലേക്കും താമസം മാറി. അമേരിക്കയിലെ ഉപരിപഠനത്തിന് തന്നെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കുടുംബത്തിന് സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ സ്വയം അധ്വാനിച്ചാണ് പഠനത്തിനുള്ള പണം അദ്ദേഹം കണ്ടെത്തുന്നത്. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. 1929 അദ്ദേഹം തിരികെ ജന്മനാട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴേക്കും തികഞ്ഞ മാർക്സിസ്റ്റുകാരനായി JP മാറിപ്പോയിരുന്നു. തിരിച്ചെത്തിയ JP കാണുന്നത് ഭാര്യ പ്രഭാവതി തീർത്തും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ഇനിയൊരു ദാമ്പത്യ ജീവിതത്തിനേക്കാൾ അവർ തിരഞ്ഞെടുത്തത് ആശ്രമ ജീവിതമായിരുന്നു. അതിന് JP പൂർണ്ണ പിന്തുണയും നൽകി. വാർധയിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവിനെ അദ്ദേഹം പരിചയപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു ഇരുവരെയും ബന്ധിപ്പിച്ചു നിർത്തിയത്. 1932 നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ JP ജയിലിൽ കഴിയേണ്ടതായി വന്നു. ഇക്കാലത്താണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഈ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയായി രൂപാന്തരം പ്രാപിച്ചു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റത് ജയപ്രകാശ് നാരായണനായിരുന്നു. ആചാര്യ കൃപലാനിയുമായി ചേർന്ന് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയായി മാറി. ഭൂദാൻ പ്രസ്ഥാനത്തിൽ അകൃഷ്ടനായ അദ്ദേഹം അതിൽ ചേർന്ന് പ്രവർത്തിച്ചു. ബംഗ്ലാദേശിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി പൊരുതുമ്പോൾ JP അവർക്ക് വേണ്ട പിന്തുണ പ്രഖ്യാപിച്ചു. 1972 ചമ്പൽ കൊള്ളത്തലവനായ മാധവ് സിംഗ് കൂട്ടുകാരോടൊപ്പം ആയുധം വെച്ച് കീഴടങ്ങിയത് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ചാണ്. 1975 അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചതിന് അദ്ദേഹം പലതവണ ജയിലിൽ അടയ്ക്കപ്പെട്ടു. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രതിപക്ഷ കക്ഷികളെ ജനതാ പാർട്ടിക്ക് പിന്നിൽ ഒരുമിപ്പിച്ചത് JP എന്ന വ്യക്തിയാണ്. രാഷ്ട്രീയത്തിൽ സംഭവിച്ച മൂല്യചോഷണവും വ്യാപകമാവുന്ന അഴിമതിയും തൊഴിലില്ലായ്മയും വരൾച്ചയും 70കളുടെ ആരംഭത്തിൽ യുവജനങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിരുന്ന കാലഘട്ടമായിരുന്നു. കലാലയങ്ങളും സർവകലാശാലകളും സമരഭൂമിയായി മാറി. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതിയും ഇന്ത്യൻ സമൂഹത്തിലുണ്ടായ മൂല്യച്യുതിയും പരിഹാരം കാണാതെ ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു. ഒടുവിൽ ഈ പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം കാണാനായി സമ്പൂർണ്ണ വിപ്ലവം, അതായത് ടോട്ടൽ റവല്യൂഷൻ നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. സമരം ചെയ്യുക, ജയിലുകൾ നിറയട്ടെ എന്ന മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുന്നത് ഈ സന്ദർഭത്തിലാണ്. പിന്നീട് ഗാന്ധിയൻ ആശയങ്ങളിലേക്ക് വല്ലാതെ സ്വാധീനിക്കപ്പെട്ട ഒരു ജയപ്രകാശിനെയാണ് ഇന്ത്യ കാണുന്നത്. ഗാന്ധിയെ പിന്തുടർന്ന് വിപ്ലവകാരിയായിരുന്ന JP. ആ ബന്ധത്തെക്കുറിച്ച് പറയാതെ അദ്ദേഹത്തിന്റെ ജീവിതകഥ പറയാനാകില്ല. ഗാന്ധിജിയോട് വലിയ ബഹുമാനവും അടുപ്പവും സൂക്ഷിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ നയങ്ങളോടുള്ള വിമർശനം തുറന്നു പറയാൻ JP ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു.
സോഷ്യലിസം എന്തിന് എന്ന തന്റെ പുസ്തകത്തിൽ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രപരമായ അഭിപ്രായങ്ങളെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഗാന്ധിജിക്കും ജയപ്രകാശ് പ്രിയപ്പെട്ടവനായിരുന്നു. തന്റെ രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായ നേതാവെന്നാണ് ഗാന്ധിജി JPയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നെഹ്റുവിനും അദ്ദേഹം ഏറെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിൽ എന്ന പോലെ ഭരണരംഗത്തും ജയപ്രകാശ് തന്റെ സഹപ്രവർത്തകനായി ഉണ്ടാകണമെന്ന് നെഹ്റു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ തന്റെ വിശ്വാസ പ്രമാണങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ JP തയ്യാറല്ലാത്തതിനാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറി. നെഹ്റു ജയപ്രകാശ് നാരായൺ എന്ന സ്വപ്നസഖ്യം നടക്കാതെ പോയി. ഗാന്ധിജിയോടും നെഹ്റുവിനോടുമുള്ള അടുപ്പം നെഹ്റുവിന്റെ ഏകമകൾ ഇന്ദിരാഗാന്ധിയിലേക്കും വന്നു ചേർന്നിരുന്നു. JPക്ക് ഇന്ദിരാ പ്രിയദർശിനി മകൾ തന്നെയായിരുന്നു. ഇന്ദു എന്നായിരുന്നു അദ്ദേഹം സ്നേഹത്തോടെ ഇന്ദിരാഗാന്ധിയെ വിളിച്ചിരുന്നത്. എന്നാൽ വർഷങ്ങൾക്കു ശേഷം തന്റെ മകളായ ഇന്ദു ഒരു ഏകാധിപത്യ സ്വഭാവത്തിന് അടിമപ്പെട്ടപ്പോൾ ഒരു പിതാവിന്റെ വ്യസനത്തോടെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഇന്ദുവിന് ഇതൊക്കെ എങ്ങനെ ചെയ്യാനാകുമെന്നായിരുന്നു അത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരയുടെ ഭരണത്തോട് കലഹിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നുവെന്ന് ഓർത്തെടുത്തത് JPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മലയാളിയുമായ T. എബ്രഹാമാണ്. നിജലിംഗപ്പയുടെയും കാമരാജിന്റെയും നീക്കത്തിനെതിരെ അദ്ദേഹം ഇന്ദിരയ്ക്ക് മുന്നറിയിപ്പ് നൽകുക പോലും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുപ്പമൊന്നും തന്റെ രാഷ്ട്രീയ നിലപാട് രൂപീകരണത്തിൽ JPയെ തടഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാക്കുന്നത്. 1954 മുതൽ സർവോദയ പ്രസ്ഥാനവുമായി ജയപ്രകാശ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ പല ആശയങ്ങളും ഇക്കാലത്ത് അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തെല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി എന്ന അർത്ഥത്തിൽ ഗാന്ധിജി രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് സർവോദയ പ്രസ്ഥാനം. എല്ലാവർക്കും ഉന്നമനം എന്നാണ് സംസ്കൃതത്തിൽ ഇതിന്റെ അർത്ഥം പോലും. ജോൺ റസ്കിന്റെ അൺടു ദ ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിന്റെ വിവർത്തനത്തിൽ 1908 ഗാന്ധിജി രൂപം കൊടുത്ത ഒരു പദമാണ് ഈ സർവോദയം. തന്റെ രാഷ്ട്രീയ തത്വചിന്തയുടെ ലക്ഷ്യമായി സർവോദയത്തെയാണ് ഗാന്ധിജി കണ്ടതുപോലും. സ്വാതന്ത്ര്യാനന്തരം ഗാന്ധിയന്മാരായ വിനോബ ഭാവയെ പോലുള്ളവർ അക്രമരഹിത മാർഗത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു കണ്ണിയാണ് ജയപ്രകാശ് നാരായണനും. 1970കളുടെ തുടക്കം ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ക്ഷാമവും ഇന്ത്യയെ കാർന്നു തിന്നുന്ന സമയമാണ്. സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ജനങ്ങൾ വല്ലാതെ ക്ലേശം അനുഭവിച്ച കാലഘട്ടം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന കാഴ്ച. അധികാരമോഹവും ചേരിതിരിവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇഴുകിച്ചേർന്ന കാലഘട്ടം. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കാണാതിരിക്കാൻ JPക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ഓർത്ത് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ആ ഇടയ്ക്കാണ് 1973 മാർച്ച് 18 ബീഹാറിലെ ഒരു പറ്റം വിദ്യാർത്ഥികൾ JPയെ സന്ദർശിക്കാനെത്തുന്നത്. ഇന്ത്യയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക അവർ JPയുമായി പങ്കുവച്ചു. തങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യമൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിലും പിന്നീട് അതിൽ അമാന്തിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുകയും തന്റെ ശാരീരിക അവശതകളെ മനക്കരുത്തുകൊണ്ട് നേരിട്ട് ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ JP തയ്യാറാവുകയും ചെയ്തു. ബീഹാറിൽ നിയമസഭ പിരിച്ചുവിടണമെന്ന ആവശ്യത്തോടെ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. എന്നാൽ സമരങ്ങളെ അടിച്ചമർത്താനായിരുന്നു സർക്കാർ ശ്രമിച്ചതത്രയും. പോലീസ് വെടിയുതിർത്തു. അതിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകളെ ക്രൂരമായി തല്ലിച്ചതച്ചതൊക്കെ ആ കാലഘട്ടത്തിലാണ്. ഒടുവിൽ പാട്നയിലെ ഗാന്ധി മൈതാനിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കൂറ്റൻ ജനാവലിയെ സാക്ഷിയായി JP പ്രഖ്യാപിച്ചു: ഇത് വിപ്ലവത്തിനുള്ള സമയമാണ്. ബീഹാർ നിയമസഭ പിരിച്ചുവിടൽ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സമ്പൂർണ്ണ വിപ്ലവം ഉണ്ടാവേണ്ട സമയമായിരിക്കുന്നു. ബീഹാർ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനത്തിന് അവിടെ വെച്ചാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ജനങ്ങൾ വരുന്നത് കണ്ടില്ലേ, സിംഹാസനങ്ങളിൽ നിന്ന് ഇറങ്ങുമെന്ന് JP അധികാര കസേരയിൽ ലഹരിമൂത്ത ഭരണാധികാരികളോട് ഉറക്കെ പ്രഖ്യാപിച്ചു. JPയുടെ ശബ്ദം ബീഹാറിൽ മാത്രം നിന്നില്ല, അത് ഇന്ത്യ മഹാരാജ്യത്തിലുടനീളം അലയടിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി JPയും VM തർക്കുണ്ടയും ചേർന്ന് 1974 സിറ്റിസൺസ് ഫോർ ഡെമോക്രസിയും 1976 പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസും സ്ഥാപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തി എന്ന കേസിൽ ഇന്ദിരാഗാന്ധി കുറ്റക്കാരിയെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. സ്വന്തം മകളായി കണ്ട് സ്നേഹിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ JPക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ത്യ എന്നാൽ ഇന്ദിരയാണെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തിന് മേൽ എതിർ ശബ്ദമില്ലാതിരുന്ന ഇന്ത്യയിൽ JP പ്രതിപക്ഷ സ്വരമായി രൂപാന്തരം പ്രാപിച്ചു. മുഖ്യമന്ത്രിമാർ രാജിവെക്കണമെന്നും പോലീസും പട്ടാളവും സർക്കാരിന്റെ നിയമവിരുദ്ധ ഉത്തരവുകൾ അനുസരിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രക്ഷോഭ പരിപാടികളിൽ അദ്ദേഹം മുൻനിരയിൽ തന്നെ നിന്നു. അധികാരമോഹം തെല്ലുമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനെ ജനങ്ങളും ഏറ്റെടുത്തു. JPയുടെ വളർച്ച പെട്ടെന്നായിരുന്നു.
JPയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തനിക്കെതിരെ കരുനീക്കം നടത്തുന്നുവെന്ന ആശങ്ക ഇന്ദിരാഗാന്ധിയുടെ ഉറക്കം കെടുത്തി. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ജനാധിപത്യം കണ്ട ആ കരിദിനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് 1975 ജൂൺ 25-ന് രാജ്യത്ത് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. JPയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതിനിടയിലാണ് അദ്ദേഹത്തിന് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത്. രോഗം ഗുരുതരമായതോടെ അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങൾ പോലും നടന്നു. തുടർന്ന് 1977 ജനുവരി 18-ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചു. അക്കൊല്ലം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാവിരുദ്ധത കത്തിക്കയറി. ഇന്ദിരയെ ജനം അധികാര കസേരയിൽ നിന്ന് വലിച്ചു താഴെയിട്ടു. അങ്ങനെ നിരന്തര ശ്രമത്തിനൊടുവിൽ ജനതാ പാർട്ടി രൂപീകൃതമായി. രാംലീല മൈതാനത്ത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത JP ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലാണ് മത്സരമെന്നും ജനാധിപത്യം ജയിച്ചേ മതിയാകുമെന്നും പ്രഖ്യാപിച്ചു. പ്രായം തളർത്തിയിട്ടും തളരാത്ത മനസ്സുമായി JP രാജ്യത്തുടനീളം നടന്ന് പ്രചാരം നടത്തി. ഒടുവിൽ ജനതാ പാർട്ടി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് വിജയിച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കുന്നു. 1967 ഒക്ടോബർ 12-ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ലോഹ്യയുടെ മരണവും 1973 ഏപ്രിൽ 15-ന് ഭാര്യ പ്രഭാവതിയുടെ മരണവും JPയെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരുന്നു. വാർദ്ധക്യം അദ്ദേഹത്തിന് കൈപ്പുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ തുടങ്ങി. അസുഖം മൂർച്ഛിച്ചതോടെ അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറി. 1979 മാർച്ചിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അബദ്ധവശാൽ JP മരിച്ചു എന്ന വാർത്ത പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വിശ്വസിച്ച പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും JP മരിച്ചതായി പാർലമെന്റിൽ പ്രഖ്യാപിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം രോഗം ഭേദമായി പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ JP ഇതോർത്ത് പൊട്ടിച്ചിരിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. എന്നാൽ അധികം വൈകാതെ തന്നെ രോഗം അധികരിച്ചതിനെ തുടർന്ന് 1979 ഒക്ടോബർ 8-ന് തൻ്റെ 77-ാം ജന്മദിനത്തിന് 3 നാൾ മുമ്പ് ഹൃദയസ്തംഭനം വന്ന് JP മരണത്തിന് കീഴടങ്ങി. ഇതായിരുന്നു ഇന്ദിരാഗാന്ധിയെ അധികാര കസേരയിൽ നിന്നിറക്കിയ ജയപ്രകാശ് നാരായണൻ. ഒരുപക്ഷെ ഇത്തരം നേതാക്കൾ നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിരളമായിരിക്കും. ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഏകാധിപത്യത്തിനെതിരെ പൊരുതി ജീവിച്ച ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരടിച്ച അധികാര കൊതിയില്ലാത്ത ഒരു നേതാവ്. ഇന്ത്യയെ സമ്പൂർണ്ണ വിപ്ലവത്തിലൂടെ മാറ്റിയെടുക്കാമെന്ന് സ്വപ്നം കണ്ട JP ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഏകാധിപത്യം കൊടികുത്തി വാഴുമ്പോൾ എതിർ ശബ്ദമായി ആരെങ്കിലും അവതരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ. ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.